കൊച്ചി കാക്കനാടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ GST അഡീഷണൽ കമ്മീഷണറുടെയും കുടുംബത്തിന്റെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ജാർഖണ്ഡ് സ്വദേശികളായ മനീഷ് വിജയ്, സഹോദരി ശാലിനി വിജയ്, അമ്മ ശകുന്തള അഗർവാൾ എന്നിവരെയാണ് കസ്റ്റംസ് ക്വാർട്ടേഴ്സിനകത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാക്കനാട്ടെ കൂട്ട ആത്മഹത്യയിൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറുടെ സഹോദരി ശാലിനിക്കെതിരെ അഴിമതിയിൽ CBI കേസെടുത്തിരുന്നു. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയിൽ 1ാം റാങ്ക് നേടി ജോലി നേടിയ വ്യക്തിയാണ് ശാലിനി. ഇവർ വിവാഹമോചിതയാണ്. ഒരു കുട്ടിയുമുണ്ട്. കഴിഞ്ഞ 15ാം തീയതി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ CBI നോട്ടീസ് നൽകിയിരുന്നു. ഇതാണ് കൂട്ട ആത്മഹത്യക്ക് കാരണമായതെന്നാണ് സംശയങ്ങൾ. ഇന്നലെയായിരുന്നു എറണാകുളം കാക്കനാട് സെൻട്രൽ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറും സഹോദരിയെയും അമ്മയെയും ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയിരുന്നത്. അസിസ്റ്റന്റ് കമ്മീഷണർ മനീഷ് വിജയ്, സഹോദരി ശാലിനി വിജയ്, മാതാവ് ശകുന്തള അഗർവാൾ എന്നിവരെയാണ് മരിച്ചതായി കണ്ടെത്തിയത്. കാക്കനാട് വീട്ടിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങളായി മനീഷ് വിജയ് അവധിയിലായിരുന്നു. ജോലി തിരികെ പ്രവേശിക്കാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. വീടിനകത്തു നിന്നും ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ ഇരുവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. അന്തർമുഖനായ മനീഷ് വിജയുടെ സഹോദരി 2006-ലാണ് ജോലിയിൽ പ്രവേശിച്ചത്. 2013 മുതൽ ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ ഇവർക്കെതിരെ ഒരു കേസുണ്ടായിരുന്നു. ആ കേസ് കോടതി തള്ളിയത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ്. കോടതി രേഖകൾ പരിശോധിച്ചാൽ ശാലിനിയുടെ അഭിഭാഷകന്റെ വിശദീകരണം കേട്ടാണ് ഹൈക്കോടതി കേസ് തള്ളിയത്. തന്റെ കക്ഷിയുടെ ഭാഗത്തു നിന്നും വിവരങ്ങളൊന്നും കിട്ടുന്നില്ലെന്ന അഭിഭാഷകന്റെ വാദം രേഖപ്പെടുത്തിയാണ് കേസ് തള്ളിയത്. ശാലിനി വേഴ്സ് ഗവൺമെന്റ് ജാർഖണ്ഡ് എന്ന പേരിലാണ് ആ കേസുള്ളത്. ലോകായുക്ത അടക്കം ഈ കേസ് രേഖകളിൽ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡെപ്യൂട്ടി കളക്ടറായി ജോലി ചെയ്തിരുന്ന ശാലിനിക്കെതിരെ എന്തോ ഒരു അഴിമതി കേസ് നിലവിലുണ്ടെന്ന് വ്യക്തമാണ്. ഈ കേസ് കോടതി തള്ളിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകും മനീഷ് വിജയുടെ കുടുംബത്തിന്റെ അലട്ടിയതെന്നാണ് സൂചന. ഭർത്താവുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന ശകുന്തള അഗർവാൾ സ്വന്തം നിലയിലാണ് മക്കളെ എല്ലാം വളർത്തിയത്. 4 മക്കളാണ് ഇപ്പോൾ ഉള്ളത്. മൂത്ത മകൻ നേരത്തെ ആത്മഹത്യ ചെയ്തതാണ്. ഇപ്പോൾ അമ്മയും മകനും ഒരു മകളും മരിച്ചു. ഇപ്പോൾ ഒരാൾ മാത്രമാണ് ശകുന്തളയുടെ മക്കളായിട്ടുള്ളത്. ശാലിനി ഡിവോഴ്സ് നേടിയ ആളാണ്. ഇവർക്കൊരു കുട്ടിയുമുണ്ടെന്ന് വിവരങ്ങൾ പുറത്തു വരുന്നു. ജാർഖണ്ഡ് ഹൈക്കോടതിയിലെ രേഖകൾ പ്രകാരം സെപ്റ്റംബറിലാണ് ശാലിനിയുടെ കേസ് തള്ളിയത്. അതിനുശേഷമാകണം ശാലിനിയും അമ്മയും കൊച്ചിയിലേക്ക് വന്നത്. ഹൈക്കോടതിയിൽ കേസ് തള്ളിയത് കൊണ്ട് തന്നെ ഈ കേസിൽ ഇവർ അറസ്റ്റിലാകാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തൽ സജീവമായിരുന്നുവെന്നാണ് നിഗമനം. മനീഷ് വിജയ് നാട്ടിലേക്ക് യാത്ര പോയെന്നാണ് സഹപ്രവർത്തകർ കരുതിയിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ കൃത്യനിഷ്ഠയെക്കുറിച്ച് അറിവുള്ള സഹപ്രവർത്തകർക്കുണ്ടായ സംശയമാണ് നടുക്കുന്ന മരണവാർത്ത പുറംലോകത്തെത്തിച്ചത്. ഉദ്യോഗസ്ഥനെയും കുടുംബത്തെയും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയെങ്കിലും പിന്നിലെ കാരണം എന്താണെന്ന് സഹപ്രവർത്തകർക്കോ അയൽവാസികൾക്കോ കൃത്യമായ ധാരണയില്ല. ഉദ്യോഗസ്ഥനും കുടുംബവും അയൽവാസികളോട് അടുപ്പം വെച്ച് പുലർത്തിയിരുന്നില്ല. മുൻപ് കോഴിക്കോട് വിമാനത്താവളത്തിൽ കസ്റ്റംസ് പ്രിവിലൻസിൽ ജോലി ചെയ്തിരുന്ന മനീഷ് വിജയ് 1.5 വർഷം മുമ്പാണ് കൊച്ചിയിലേക്ക് എത്തുന്നത്.